ഇതു ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള അസാധാരണമായ കരുത്തുണ്ട് സരിതയ്ക്ക്. ദുരിതങ്ങളുടെ നീണ്ട കഥയാണ് അവളുടെ ജീവിതം. ശുഭപ്രതീക്ഷ ഒട്ടുമില്ലെങ്കിലും ആത്മവിശ്വാസത്തിന്റെ വെളിച്ചമുണ്ട് അവളുടെ ജീവിതത്തിൽ. നമുക്ക് കാണാം സരിതയുടെ കഥ. സരിത എവിടെന്നാ വരുന്നേ? ചിറയൻകീഴിൽ നിന്നാണ്. ആരെ കൊണ്ട് വീട്ടില്? എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരന്, 3 മക്കൾ. സരിതയ്ക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളുണ്ട്. എല്ലാം പഠിക്കുന്നുണ്ട് അല്ലേ? എവിടെയാ? അടുത്തുള്ള സ്കൂളിലാണോ? അല്ല, ഭർത്താവിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളിലാണ്, അഴൂര് സ്കൂളിൽ. ഭർത്താവിൻ്റെ വീട്ടിലാണോ താമസം? ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പോൾ 1.5 ആഴ്ചയുള്ളൂ വീട്ടിൽ വന്നിട്ട്. പിന്നെ അപ്പം അന്നും ഈ മൂത്ത മോൻ ജനിച്ച ദിവസം മുതലേ ഞാൻ എൻ്റെ വീട്ടിൽ പോവും, വാരിക്കെട്ടും, പോവും, അടിക്കും, പിടിക്കും. കെട്ടി പോക്കാണ്. എന്തിനാ അങ്ങനെ വഴക്ക്? ഒരു കാരണവും വേണ്ട. ഞാൻ എല്ലാവർക്കും എൻ്റെ കൂടെ സ്നേഹമേ ഉള്ളൂ, എൻ്റെ അമ്മ വീട്ടുകാർക്ക്. അയാളുടെ വീട്ടിലെല്ലാവർക്കും, എല്ലാവരും എന്നെ ജീവനെ തുല്യമാണ് നോക്കുന്നത്. ആ വീട്ടിൽ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എൻ്റെ ഭർത്താവിനെ കാണാൻ പറ്റിയിട്ടില്ല. ഭർത്താവ് മാത്രം ശരിയല്ല. ഭർത്താവ് മാത്രം എന്നെ ജീവിക്കാൻ അനുവദിക്കൂല. എന്ത് പറയും? നീ ഇത് നമ്മളിപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിലും നമുക്ക് ഭർത്താവാണല്ലോ നമുക്ക് ജോലി ചെയ്തുകൊണ്ട് തരേണ്ടതും. ഭർത്താവ് ജോലി ചെയ്തുകൊണ്ട് തന്നെങ്കിൽ മാത്രം ആര് തന്നാലും ഭർത്താവ് തരുന്ന പോലെ ആവൂല. അങ്ങനെയായി സഹോദരങ്ങളൊക്കെ വെറുത്തുപോയി. അപ്പോൾ അവരെല്ലാവരും ഇപ്പം എൻ്റെ അടുത്ത് പറയണം, നീ എങ്ങോട്ടായാലും പോ കൊച്ചുങ്ങളെയും കൊണ്ട്, നിന്റെ ജീവിതം എന്താണെന്ന് വെച്ചാൽ അത് നീ പോയി നോക്ക്. ഇത്രയും വർഷമായിട്ടും ഇപ്പോൾ ഒരു 7 വർഷമായിട്ടും ഞാൻ 4 വർഷത്തോളം ഭർത്താവുമായിട്ട് ഒരു ബന്ധമില്ലാതെ എൻ്റെ അമ്മ അച്ഛനും കൂടെ ജോലി ചെയ്ത് തന്നാണ് ഞാൻ അവരെ. അപ്പോഴാണ് പെണ്ണിന്റെ ബന്ധം ഉണ്ടായത്? അത് അത് അല്ല, അതിന് മുന്നേ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. എൻ്റെ മോനെ പ്രസവിച്ച് ഒരു 2 മാസമൊക്കെ മോനെ ആയ സമയത്ത് എന്നെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വരികയാണ്. അപ്പോഴാണ് നമ്മൾ അടികൂടി ഞാൻ അങ്ങ് വീട്ടിൽ ഇറങ്ങാൻ പറഞ്ഞ് എൻ്റെ ഒരു ഇളയ കൊച്ചിനെയും 2ാമത്തെ ഒരു കൊച്ചിനെയും, മൂത്ത മോൻ എൻ്റെ കൂടെ വരൂലായിരുന്നു അന്നേ. അമ്മയുടെ അടുത്തേക്ക് കിടക്കുള്ളൂ, അവരുടെ അടുത്ത് നിൽക്കുള്ളായിരുന്നു. അപ്പോൾ അവ അവിടെയായിരുന്നു. 2ാമത്തെ മോനെ കൊണ്ട് ഞാൻ അവിടെ നിന്ന സമയത്ത് എന്നെ അടിച്ച്. എന്നും വഴക്കുണ്ടാവോ? എന്നൊന്നുമില്ല. ഇങ്ങനെ കുടിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു കാരണവും വേണ്ട. ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? വഴക്കില്ലാത്ത ദിവസം നല്ലതുപോലെയാണ് നമ്മളെ നോക്കണത്. അന്ന് 23 വയസ്സൊക്കെ ആയപ്പോൾ അതെന്തൊരു പ്രതികരിക്കണമെന്നാ, എന്തൊരു പറയണമെന്നാ ഒന്നും യഥാർത്ഥത്തിൽ എൻ്റെ പ്രായമാണ് എന്നെ ഇതിന് പ്രതികരിക്കാൻ പറ്റാതായിപ്പോയത് എനിക്ക്. അപ്പം അന്ന് പിന്നെ ഞാൻ വന്നിട്ട് എനിക്ക് അവരെ മുഖം എനിക്ക് കാണണ്ട. ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഭർത്താവുമായിട്ട് പിന്നെ നമ്മൾ ജീവിക്കാൻ പിന്നെ ആ ഒരു മുഖം എൻ്റെ മനസ്സിൽ ഇന്നത് വരെ, ഈ നിമിഷം വരെ ഞാൻ ആ മുഖം കാണാൻ ശ്രമിച്ചിട്ടുമില്ല. അവരെവിടെ താമസിച്ചത്? ആ സ്ത്രീ നിങ്ങളുടെ വീട്ടിൽ താമസിച്ചു? അത് അങ്ങനെ അവർ താമസിപ്പിച്ചപ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുവന്ന് വനിതാ സെല്ലിൽ കേസ് കൊടുത്തു. ഇത് പറയൂ, ആ പെണ്ണിനെ എത്ര കാലം അല്ല, അവരിപ്പം ഞാൻ ഇവിടെ ഇപ്പം 4 വർഷം ഞാൻ പിണങ്ങി നിന്ന സമയത്ത് അവരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു. കഴക്കൂട്ട വനിതാ സെല്ലാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ അമ്മയും മോനും കൂടെ അവിടെ വരണമെന്ന് പറഞ്ഞ് അവരവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ വന്ന് പറഞ്ഞ്, സാറേ അവളെ നമ്മൾ പറഞ്ഞു വിട്ടു, അവളെ വീട്ടുകാരെല്ലാം വന്ന് അവളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യനെയും മക്കളെയും വേണം, ഞാൻ ഇനി അങ്ങനെയൊന്നും പോകില്ല എന്ന് പറഞ്ഞ് നമ്മളവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ ഞാൻ വരണില്ല, വേറൊരു പെണ്ണിനെ കൊണ്ടുവന്ന് ഞാൻ താമസിച്ച വീട്ടിൽ ഇനി ഞാൻ അവിടെ താമസിക്കുന്നില്ല. ഒരുമാതിരി പ്രാന്തായിരുന്നു അപ്പോഴും. എന്തേരൊക്കെ പറയണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാതെ എന്നെ പിടിച്ച് പിടിക്കുകയൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് ഇനി എന്നെ തിരക്കി വരണ്ട, ഞാൻ എൻ്റെ മക്കളെ എങ്ങനെയും കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിക്കോളാം എന്നും പറഞ്ഞിറങ്ങി പോയിട്ട് പിന്നെ ഞാൻ വന്നില്ല. കുറേ നാളങ്ങ് ഞാൻ അവിടെ പിണങ്ങി നിന്ന് സ്വന്തം വീട്ടിൽ തന്നെ നിന്ന്. വേറെ ജോലിക്കോ മറ്റോ പോയോ? എനിക്ക് സ്കൂളിൽ ജോലിയുണ്ട്, ഗോകുല സ്കൂളിൽ എനിക്ക് ജോലിയുണ്ട്. ആ ജോലിക്ക് പോകും. താമസിക്കാനൊക്കെ സഹോദരങ്ങളൊക്കെ, എൻ്റെ സഹോദരൻ ഇപ്പോഴും എന്നെ വഴക്കാണ് പറയണത്. ഞാൻ ഇവിടെ ചെന്ന് നിൽക്കണം, സഹോദരനായിരുന്നാലും അമ്മയ്ക്കായിരുന്നാലും അമ്മ ഇപ്പോഴാണ് എന്നെ അടിക്കണത്, ഇത്രയും അടിക്കണതൊക്കെ ഇപ്പതാ ഇവിടെ ഇരുത്താണ് അവർ കേട്ടിട്ടുള്ളത്. താവ് വന്ന് വിളിച്ചില്ലേ? ഇല്ല, അങ്ങനെ ഒരു ബന്ധവും ഇല്ല. എന്റെ മുമ്പ് വെച്ച് അവളെ ചീത്ത പറഞ്ഞുകൊണ്ട് വെറുതെ, എന്നിട്ട് എന്റെ മുമ്പ് വെച്ച് ഫോൺ വിളിച്ചിട്ടാണ് എനിക്ക് എൻ്റെ മക്കളെ ഭാര്യയായിട്ട് ജീവിക്കണം, നീ എന്തിനടി എന്നെ ശല്യപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവിടെ കയറി പറ്റും. ഞാനും മക്കളും എന്നിലും. ഇയാളുടെ അമ്മ നിങ്ങളുടെ കൂടെ വീട്ടിൽ വന്ന് കുറെ നാൾ താമസിച്ചിട്ടുണ്ടോ? അമ്മ വന്ന്. അതെന്തിനാ വന്നത്?
അമ്മ വന്ന് ഞാൻ അണ്ണനുമായിട്ട് പിണക്ക് വരുന്ന സമയത്ത് ജോലിക്ക് പോയപ്പോഴത്തേക്ക് അവരെ പുറത്തൂടെ കല്ല് വന്ന് വീണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മുതുകത്ത് കല്ല് വന്ന് വീണു അയാളുടെ അമ്മയ്ക്ക്. അപ്പം എന്നെ വിളിച്ചിട്ട് അപ്പം വിളിച്ച് അമ്മ ഇങ്ങനെ വയ്യാതെ ആയി കല്ല് വന്ന് വീണെന്ന് പറഞ്ഞു. അവിടെ വീട്ടിൽ നോക്കാനുമില്ല. അപ്പൊ അമ്മ വീട്ടിലോട്ട് വന്നു. അമ്മ അങ്ങനെ എൻ്റെ അടുത്ത് അപ്പം വീട്ടിൽ അങ്ങനെ വരെയല്ലേ ചെയ്ത് അങ്ങനെ ആശുപത്രി അങ്ങനെ ഇങ്ങനെ കല്ല് വീണെന്ന് പറഞ്ഞ് ആശുപത്രി പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അമ്മ അപ്പോൾ അവിടെ ആരുമില്ല പിന്നെ നോക്കാൻ. ഇവരെല്ലാവരും ഭർത്താവിൻ്റെ കൂടെയൊക്കെ പിണങ്ങി നാത്തൂന്മാരും മക്കളൊക്കെ അവർ വലുതായപ്പം ഭർത്താവിൻ്റെ സ്വഭാവം അറിഞ്ഞ് അവർക്ക് നിൽക്കാൻ വയ്യ. അവർ അറിവ് വെച്ച് വന്നപ്പോൾ അവരൊക്കെ അവരവരുടെ കാര്യങ്ങൾ നോക്കി പോയി. എല്ലാവരും പോയി.